ജമ്മുകശ്മീരിലെ കുൽഗാമിൽ സൈനിക നടപടി തുടരുകയാണ്. 5 ഭീകരരെ സുരക്ഷാ സേന വധിച്ചു. ഹിസ്ബുൾ മുജാഹിദീൻ ഭീകര സംഘടനയിൽപ്പെട്ടവരാണ് കൊല്ലപ്പെട്ട ഭീകരരെന്ന് പോലീസ് അറിയിച്ചു. ഇന്നലെയുണ്ടായ ഏറ്റുമുട്ടലിൽ 2 സൈനികർ വീരമൃത്യു വരിച്ചു. രജൌരിയിലും ഭീകരാക്രമണമുണ്ടായി. ആക്രമണത്തിൽ ഒരു സൈനികന് പരിക്കേറ്റിട്ടുണ്ട്. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡൽഹിയിൽ നിന്ന് ആർ.കെ. മേഖലയിൽ വ്യാപകമായ പരിശോധന ഭീകരർക്കായി നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി ഒരു ഭീകരനെ കൂടി വധിച്ചു എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു. എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ ആർ.കെ.? തീർച്ചയായിട്ടും രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ ഇപ്പോഴും അവിടെ തിരച്ചിൽ തുടരുകയാണ്. 2 ഇടങ്ങളിലായിട്ടാണ് ഈ തിരച്ചിൽ കഴിഞ്ഞ ദിവസം നടന്നു വന്നതെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 5 ഇടങ്ങളിലേക്ക് അത് വ്യാപിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ കുൽഗാം ഈ ഭീകരവാദികൾ അവിടേക്ക് നുഴഞ്ഞു കയറി എന്ന രീതിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വലിയ രീതിയിൽ ഈ ഭീകരാക്രമണ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മേഖലയാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രം എന്നുള്ളത് അവിടെയുള്ള ഗ്രാമീണരെ ഈ മറയാക്കിക്കൊണ്ട് സൈന്യത്തിന് നേരെ നിറയൊഴിക്കുക അഥവാ സൈന്യത്തിന് നേരെ ആക്രമണം സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഫലപ്രദമായിട്ട് തടയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സംയുക്ത സേന എന്ന് വെച്ചാൽ ഈ സൈന്യം, CRPF ഒപ്പം പോലീസ് ഇവരെല്ലാം കൂടി ചേർന്ന് സംയുക്ത സേന ആ മേഖലയിൽ തെരച്ചിൽ വ്യാപകമാക്കിയിരുന്നത്. ഇന്നലെ അക്കൂട്ടത്തിൽ തെരച്ചിൽ നടത്തുന്ന ഒരു ഘട്ടത്തിലാണ് ഭീകരവാദികൾ ചില ഇടങ്ങളിലുണ്ട് എന്ന വിവരം സേനയ്ക്ക് ലഭിക്കുന്നത്. തുടർന്ന് അവിടം ലക്ഷ്യമായിട്ട് നീങ്ങുന്ന സാഹചര്യത്തിലാണ് ഈ ആക്രമണം നേരിടേണ്ടി വന്നത്. ഒരിടത്ത് ഒരു സൈനികൻ്റെ 2 ഇടങ്ങളിലായിട്ട് ഓരോരോ സൈനികരുടെ വീരമൃത്യു ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് ആണ് സംഭവങ്ങളുടെ ഒരു തിരച്ചിൽ കൂടുതൽ ശക്തമാക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് വന്നിരിക്കുന്നത്. 5 ഭീകരവാദികളെ ഇപ്പോൾ വധിച്ചിട്ടുണ്ട്. മറ്റ് ഭീകരവാദികൾക്ക് ആ മേഖലയിലുള്ള മറ്റ് ഭീകരവാദികൾക്ക് വേണ്ടി തിരച്ചിൽ ഊർജിതമായിട്ട് നടത്തുകയാണ്. വിവിധ മേഖലകളിൽ നിന്ന് കൂടുതൽ സേനാ വിഭാഗങ്ങളെ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. എല്ലായിടങ്ങളിലും പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ അടക്കം സൈനികർ ചെന്ന് ഓരോ വീടുകളിലും തദ്ദേശവാസികളെയും പ്രദേശവാസികളെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഈ ഭീകരവാദികളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കൂടി പുരോഗമിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. രജൌരിയിൽ സമാനമായിട്ടും രജൌരിയിൽ ഇന്ന് രാവിലെ ഒരു ഭീകരാക്രമണം ഉണ്ടായി. അത് സൈനിക കേന്ദ്രത്തിന് നേരെയായിരുന്നു ഈ ഭീകരാക്രമണം. അതിൽ ഒരു സൈനികന് വലിയ ഗുരുതരമായിട്ടുള്ള രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. മറ്റ് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു നാശനഷ്ടം അവിടെ നടന്നിട്ടില്ല. ആ ഭീകരരെയും പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ശരി, കുൽഗാമിൽ വ്യാപക തിരച്ചിൽ, ഭീകരരെ കണ്ടെത്താൻ വ്യാപക തിരച്ചിൽ നടത്തുന്നു സൈന്യം. അതിനിടെ രജൌരിയിൽ സൈനിക പോസ്റ്റിനു നേരെ ഭീകരാക്രമണമുണ്ടായി. ഒരു സൈനികന് പരിക്കേൽക്കുകയും ചെയ്തു. ആർ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്.